കൊച്ചിയിലേക്കാണ് ഈ വട്ടത്തെ ട്രാവൽ. സ്പെഷ്യലി എന്തിനാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെട്രോ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ്. മെട്രോ നമുക്ക് റെയിൽ മാത്രമല്ല, നമുക്ക് വാട്ടർ മെട്രോയും കൂടെ ചേർന്നൊരു സിംഗിൾ വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്താലും. കൊച്ചിയിലെത്തി. ഇവിടെ സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ നല്ല മഴയുള്ള ക്ലൈമറ്റ്, നല്ല തണുപ്പുണ്ട്. അതിനോടൊപ്പം തന്നെ നല്ല ക്രാഷ് ലാൻഡിങ് എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിൽ പേടിച്ചാണ് സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റ് ലാൻഡായത്. അത്രയും ജെർക്കിങ് ഉണ്ടായിരുന്നു. പക്ഷേ സൂപ്പർ ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ. കൊച്ചി എയർപോർട്ടിൽ നമുക്ക് വിടാൻ പറ്റാത്തൊരു കഫേ ആയത്. നമ്മൾ ഇറങ്ങി വരുമ്പം തന്നെ, എക്സിറ്റിലോട്ട് ഇറങ്ങി വരുമ്പം തന്നെ ഇവിടെ ചെന്ന് അത് ഈ ക്ലൈമറ്റും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ചായയും ഒരു സമൂസയും കൂടെ കഴിച്ചിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. നമുക്ക് പല മാർഗ്ഗമുണ്ട് കൊച്ചിയിൽ നിന്ന് നമുക്ക് സിറ്റിയിലോട്ട് പോകാൻ വേണ്ടി. എയർപോർട്ടിൽ നിന്ന് നമുക്ക് ഈ വട്ടം മെട്രോ കണക്റ്റിൽ തന്നെ പോയാലോ. അപ്പോൾ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മെട്രോ കണക്റ്റിൽ പോകാം. ഇവിടുന്ന് റൈറ്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ബോർഡുണ്ട്. ബോർഡിലൂടെ ഒരു 100 മീറ്റർ നമ്മൾ അകത്തോട്ട് നടന്നാൽ നമ്മൾ മെട്രോ കണക്റ്റിലെത്തും. ഞാൻ ചെന്നങ്ങോട്ട് നിന്ന് ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ബസ് വന്നു. നമുക്കിവിടുന്ന് ആലുവ മെട്രോ സ്റ്റേഷനിലോട്ട് നമുക്കൊരു 80 രൂപയ്ക്ക് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ആലുവ മെട്രോ സ്റ്റേഷനിലെത്തി. ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് കൊച്ചിയിലേക്ക് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് മെട്രോ റെയിൽ ഉപയോഗിച്ച് എത്താൻ പറ്റുമെന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രൗഡ്ലി കാര്യം തന്നെ. ഇന്ത്യയിലെ തന്നെ ടയർ 1 ടയർ 2 സിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മുംബൈ ആണെങ്കിലും ഡൽഹി ആണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും ഒക്കെയുള്ള അതേ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതേ ഒരു നെറ്റ്വർക്ക് അവൈലബിലിറ്റി നമ്മുടെ കൊച്ചിയിലും കിട്ടുന്നു എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പ്രൗഡ് തന്നെയാണ്. മെട്രോ അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ റെയിൽ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് വാട്ടർ മെട്രോ എങ്ങനെയുണ്ട് എന്നറിയുന്നതിന് വേണ്ടി തന്നെ. അതർ സിറ്റീസൊക്കെ ഞാൻ സിറ്റീസൊന്നും പറയുന്നില്ല, ചില സിറ്റീസ് നമ്മൾ കമ്പയർ ചെയ്താൽ കൊച്ചി മെട്രോ അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നു. ഇത്ര വർഷമായിട്ട് തന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് കൊച്ചി മെട്രോ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് നീറ്റ്നെസ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആളുകളാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു നല്ല കാര്യം തന്നെയാണ്. 6 മണി മുതൽ 10:30 വരെയാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ടൈം നോർമലി ഉള്ളത്. അത് മൺഡേ മുതൽ സാറ്റർഡേ വരെയുള്ള ദിവസങ്ങളിലാണ്. സൺഡേ ആകുമ്പോഴത്തേക്ക് 8 AM മുതലാണ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആലുവയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ വൈറ്റില വരെ മൊത്തം 22 സ്റ്റേഷനാണ് ഇപ്പം നിലവിൽ ഓപ്പറേറ്റീവായിട്ടുള്ളത്. നമ്മൾ നേരെ പത്തടിപ്പാലത്തോട്ടാണ് പോകുന്നത്. അവിടെ നമുക്ക് ഡീലക്സ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവർ കുറച്ച് കൊച്ചിയിൽ നമ്മൾ വന്ന് ട്രാവലോ എന്തിനു വേണമെങ്കിലും ഒരു 3 സ്റ്റാർ ഫെസിലിറ്റിയിൽ നമുക്കൊരു 1500 റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു ഹോട്ടലാണ്. സ്പെഷ്യൽ നെറ്റ്വർക്കും കൂടെ ചേർത്ത് നമ്മളിപ്പം സിറ്റിക്കകത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ലുലുവായിട്ട് കണക്റ്റഡ് ആണ്, നമ്മൾ മെട്രോ റെയിലുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. എയർപോർട്ട് വഴി വരുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് തന്നെ ആലുവ എത്തിയിട്ട് നേരെ പത്തടിപ്പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ ഡീലക്സ് 2 മിനിറ്റ് ഫ്രണ്ടിലോട്ടാണെന്നാൽ ഡീലക്സിലോട്ട് എത്താൻ പറ്റും. അപ്പം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫെസിലിറ്റി ഉള്ള ഒരു 3 സ്റ്റാർ ഹോട്ടലും കൂടാണ് ഡീലക്സ്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ പത്തടിപ്പാലം സ്റ്റേഷനിലെത്തി. അപ്പം അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു. നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ മെട്രോയുടെ കാണാത്തവരും കണ്ടവരും അല്ലെങ്കിൽ കൊച്ചിയിൽ ഇങ്ങനെ സിറ്റിയിലോട്ട് വരാൻ പറ്റാത്തവർക്കൊക്കെ റെയിൽ മെട്രോയെ പറ്റി ഒരു ചെറിയൊരു ഐഡിയ എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ ലിഫ്റ്റിൽ കയറി ഇനിയിപ്പം താഴോട്ട് ഇറങ്ങുകയാണ്.
പത്തടിപ്പാലം സ്റ്റേഷനായത്. ഇവിടെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് ഓപ്ഷൻസ് കൊച്ചി മെട്രോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ശരിക്കും. കാരണം അവരുടെ വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് ഷോപ്പ് അവൈലബിലിറ്റീസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അഡ്വർടൈസ്മെൻറ്റിൽ കൂടെ നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ നല്ലൊരു ഭാഗം തന്നെ അഡ്വർടൈസ്മെൻറ്റിൽ കൂടെ ഉണ്ടാക്കുന്നുണ്ട് എന്നറിയാൻ പറ്റുന്നത്. പക്ഷേ എല്ലാ സ്റ്റേഷൻസും ഒരു ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം പത്തടിപ്പാലം സ്റ്റേഷൻ്റെ താഴെ എത്തി. ഇവിടെ നമുക്ക് 2 മിനിറ്റ് ഫ്രണ്ടിലൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഡീലക്സിലോട്ട് എത്താം. ഞാൻ ജസ്റ്റ് എയർപോർട്ടിലെ ട്രോളി ഉരുട്ടി നേരെ അങ്ങ് നടന്നു. അങ്ങനെ നമ്മൾ ഡീലക്സിൻ്റെ ഫ്രണ്ടിലെത്തി. ഒരു 2-3 മിനിറ്റ് നടക്കുമ്പോഴേ ഡീലക്സിൻ്റെ ഫ്രണ്ടിലെത്തി. ഇത് ഡീലക്സിലെ 1500 റൂമാണ്, സിംഗിൾ പേഴ്സണുള്ള റൂമാണ്. ഇത് തന്നെ ഡബിൾ പേഴ്സൺ ആണെങ്കിൽ 2000 വരും. അതുപോലെ അവരുടെ 2000 പ്രീമിയം റൂംസും ഉണ്ട്. അതാണെങ്കിൽ കുറച്ചും കൂടെ സ്പേസ് നല്ലതായിരിക്കും. ഇവിടെ ആവശ്യത്തിന് അവർ കാര്യങ്ങൾ ഒരു 3 സ്റ്റാർ ഫെസിലിറ്റി എല്ലാം തരുന്നുണ്ട്. ഒരലമാരയുണ്ട്, അതിൻ്റെ അകത്ത് ആവശ്യത്തിന് കാര്യങ്ങളൊക്കെ വെക്കാം. കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ചെറിയ രീതിയിലൊരു കെറ്റിലും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. TV ഉണ്ട്. പിന്നെ വാഷ്റൂം ആണെങ്കിൽ ഡോർ അടച്ചിട്ട് പറയാം, വാഷ്റൂം ആണെങ്കിലും നമുക്കൊരുവിധം നല്ല 3 സ്റ്റാർ സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വാഷ്റൂം ഒരു വലിയ കൺസേൺ ആയിരിക്കുമല്ലോ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. 1500 കൊച്ചിയിൽ ഒരു നല്ല അക്കോമഡേഷനാണ്, വിത്ത് AC അക്കോമഡേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടുത്തെ വെളിയിലോട്ടുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ, ഒരു മിനിറ്റ്, ഇതിപ്പോൾ ഞാൻ കുറച്ച് ബാക്കിലോട്ടുള്ള റൂമാണ് കണ്ടോ. ഒരു നല്ല വ്യൂവും സ്കൈയും എല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ. ഇനി നമ്മൾ ഫ്രണ്ടിൽ റൂം എടുക്കുകയാണെങ്കിൽ നല്ല സിറ്റി വ്യൂ കിട്ടും. സിറ്റി വ്യൂ മുകളിലോട്ട് 4ാമത്തെ ഫ്ലോറൊക്കെ ആണെങ്കിൽ നമുക്ക് മെട്രോയും കൂടെ കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല വൈബാണ്. നൈറ്റിൽ വ്യൂ ആണെങ്കിൽ നല്ല വൈബായിട്ടുള്ള റൂംസാണ് ഫ്രണ്ടിലുള്ളത്. അങ്ങനെ ഒരു 120 രൂപയ്ക്ക് നമ്മൾ 80 + 40 രൂപയ്ക്ക് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പത്തടിപ്പാലം എത്തി. ഒരു ബഡ്ജറ്റ് യാത്രയും കൂടെ അല്ലേ. അങ്ങനെ ബാഗെല്ലാം റൂമിൽ വെച്ചിട്ട് നേരെ വാട്ടർ മെട്രോ എക്സ്പ്ലോർ ചെയ്യാനാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇത് നമ്മുടെ ഹൈക്കോർട്ട് ജംഗ്ഷൻ ആണ് ഈ വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ പേര് വരുന്നത്. നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ അടുത്തതായിട്ട് മറൈൻ ഡ്രൈവിലുള്ള സ്റ്റോപ്പാണിത്. അപ്പം ഇത് ഹൈക്കോർട്ട് ജംഗ്ഷനാണ്. കൊള്ളാമല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു മെട്രോയുടെ ഒരു സ്റ്റാൻഡേർഡ്, കൊച്ചി മെട്രോയുടെ സ്റ്റാൻഡേർഡ് ഇവിടെയും നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. ടിക്കറ്റ് എടുക്കാനുള്ള അവൈലബിലിറ്റിയും എല്ലാം ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ശരിക്കും സന്തോഷം തരുന്നൊരു കാര്യമാണ് മലയാളി എന്ന നിലയിൽ. ടിക്കറ്റ് എടുത്തൊരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ബോട്ട് വന്നു കേട്ടോ. ആളുകളെല്ലാം കയറ്റി തുടങ്ങി. വാവ്, ഉള്ള ബോട്ടിനും ആ ഒരു മെട്രോയുടെ ഒരു വൈബ് നിലനിർത്തിയിട്ടുണ്ട്. AC ബോട്ടാണ്. അതെ, AC ബോട്ടാണ്. ഈ പ്ലാറ്റ്ഫോമൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പ്ലാറ്റ്ഫോം വൈബൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ, എനിക്ക് തോന്നുന്നു പ്ലാറ്റ്ഫോം ആ സ്റ്റാൻഡേർഡ് ആ ബോട്ടിന് അടുത്ത് വരെ എത്തിച്ചിട്ടുണ്ട്. ആകെ എങ്ങനെയുണ്ടെന്ന് കൂടെ നമുക്ക് നോക്കാം. സൂപ്പർ കറക്റ്റ്. ആ മെട്രോ വൈബ്, കൊച്ചി മെട്രോയുടെ ആ തീം കറക്റ്റായിട്ട് ഇതിൽ എത്തിച്ചിട്ടുണ്ട്. ഇത് ടൂറിസ്റ്റായിട്ട് ആളുകളുണ്ട് കേട്ടോ, നല്ല രീതിയിൽ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. വാട്ടർ മെട്രോ, അതുപോലെ സ്ലാങ്ങൊക്കെ ഉണ്ടല്ലോ, ഇത് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിനകത്തു നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. അത് ഈ വലിയ ഗ്ലാസ്സാണ്, ഈ വലിയ ഗ്ലാസ്സിൽ കൂടെയുള്ള വ്യൂ ശരിക്കും സൂപ്പറായിട്ടുണ്ട്. ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് ഇവിടുന്ന് 3-4 റൂട്ടുണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ പറയാം. ഇവിടുന്ന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നേരെ ഫോർട്ട് കൊച്ചി പോവുക, അവിടുന്ന് ഒരു ലഞ്ച് കഴിക്കുക, തിരിച്ചെത്തുക. ഇതാണ് എൻ്റെ ഒരു പ്ലാനിങ്ങിനുള്ളത്. അതൊരു നല്ല റൂട്ടാണെന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാകുകയും ചെയ്തു. ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ ട്രാവൽ.
നമ്മൾ കൊച്ചിയിൽ നിങ്ങളൊരു ടൂറിസ്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ് വാട്ടർ മെട്രോ, നോ ഡൗട്ട്. 15 കിലോമീറ്ററിലായിട്ട് 75 റൂട്ടുകളാണ് ഇപ്പം വാട്ടർ മെട്രോ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏതാണ്ട് 75 പ്ലസ് ബോട്ടുകൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നു ഉണ്ട് എന്നാണ് നിലവിൽ ഇപ്പം വാട്ടർ മെട്രോയുടെ വെബ്സൈറ്റിൽ പറയുന്നത്. നമ്മുടെ ഫ്രണ്ടിലൂടെ ഒരു ബോട്ട് ക്രോസ് ചെയ്യുന്നുണ്ട്. കുറച്ചടുത്തായിട്ടാണ് കേട്ടോ. ആളുകളെല്ലാം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തമ്മി വന്ന് ഇടിക്കുമെന്നങ്ങനെയൊക്കെ പേടിച്ചൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി. പിന്നെ നമ്മളിത് ബോൾഗാട്ടി പാലസ് ആ ഒരു പോർഷൻ ഇങ്ങനെ ആ ഒരു തുരുത്തില്ലേ, ആ ഒരു പോർഷനിൽ കൂടെ വരുമ്പം ഈ മരം ഒരു അത്ഭുതമായിട്ട് ഇങ്ങനെ നിൽക്കുക. എന്ത് രസമാണ് അതിങ്ങനെ ആ കർവ് എടുത്ത് വരുന്ന സമയത്ത് ആ മരം ഒരു മരമാണെന്നാണ് തോന്നുന്നത്. മരം അത്ര മനോഹരമായിട്ട് നിൽപ്പുണ്ട്. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ സൂപ്പറാണ്. ഇത് ഫ്രണ്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ദൂരെ നിന്നൊരു, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ദൂരെ നിന്നൊരു കപ്പൽ പുഴയിലൂടെ ഇങ്ങോട്ട് വരികയാണോ അകത്തോട്ട് കയറുകയാണോ അതോ സെയിൽ ചെയ്ത് പോവുകയാണോ എന്നറിയത്തില്ല. പക്ഷേ ഒരു കപ്പൽ വരുന്നുണ്ട്. വരികയോ പോവുകയോ എന്തോ ഒന്ന് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് വശമാണോ ബാക്ക് വശമാണോ എന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഭയങ്കര വലിയൊരു കപ്പൽ, ചരക്ക് കപ്പലാണെന്ന് തോന്നുന്നു. കേരളത്തിലെ ബാക്ക് വാട്ടർ ടൂറിസം നമ്മളിപ്പോഴും ഏകദേശം ഒരു 10% എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. നമുക്കിതിൻ്റെ 90% ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. നമുക്കതിനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം, അതുപോലെ ടൂറിസത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്യാം. ഇത് രണ്ടും കൂടെ മെർജ് ചെയ്തുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ വാട്ടർ മെട്രോ അങ്ങനെ ഒരു പോർഷനാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആളുകളുടെ ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തെ ട്രാൻസ്പോർട്ടേഷൻ്റെ സാധ്യതകൾ യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വിദേശ അല്ലെങ്കിൽ ടൂറിസം അല്ലെങ്കിൽ ആഭ്യന്തര ടൂറിസം കൂടെ കൈകാര്യം ചെയ്യുക എന്ന് തന്നെയാണ് അതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഇപ്പം നമുക്ക് ആ കപ്പൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ കൂടെ ഇപ്പോൾ കുറച്ചും കൂടെ നമ്മൾ അടുത്തോട്ടെത്തി നമുക്ക് ആ കപ്പൽ കാണാം. റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ കണ്ടെയ്നർ ടെർമിനലാണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ് ഈ കാണുന്നത്. ഇവിടെയാണ് കൊച്ചിയിലെ വ്യവസായത്തിൻ്റെ മറ്റൊരു മുഖം, ഇന്ത്യയിലെ വ്യവസായത്തിൻ്റെ മറ്റൊരു മുഖം കൊച്ചിയിലുണ്ട് എന്ന് പറയുന്നത് ഇവിടെയാണല്ലോ. ഷിപ്പ് കിടപ്പുണ്ട്, അതുപോലെ ഒരുപാട് കണ്ടെയ്നറുകൾ അവിടെ നിരന്ന് കിടക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ട ഷിപ്പും ഈ ഒരു കണ്ടെയ്നർ ടെർമിനലിലോട്ടായിരിക്കണം വരേണ്ടത്. കണ്ടോ, ഇവിടുന്ന് വലിയ ഏകദേശം 5ഓളം ലിഫ്റ്റുകൾ ഇരിപ്പുണ്ട്. കണ്ടെയ്നറുകളെ ഷിപ്പുകളിൽ നിന്ന് എടുക്കുന്നതിനും തിരിച്ചു വെക്കും. 6ഓളം ലിഫ്റ്റുകളുണ്ട്. 6ഓളം ലിഫ്റ്റുകൾ കണ്ടെയ്നറിലേക്ക് ഈ പറഞ്ഞ കണ്ടെയ്നറുകളെ കയറ്റുന്നതിനും തിരിച്ചെടുക്കുന്നതിൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട്. അതിനടുത്തൊരു കപ്പൽ കിടപ്പുണ്ട്. അത്ര വലുതല്ല എങ്കിലും ഒരെണ്ണം ഒരു മീഡിയം ലെവലാണെന്ന് തോന്നുന്നത് കിടപ്പുണ്ട്. നമുക്ക് അവിടെ നോക്കി അറിയാൻ പറ്റും കണ്ടെയ്നറുകൾ നിരന്നിരിപ്പുണ്ട്. കണ്ടോ, ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അത്രയധികം എണ്ണാൻ പറ്റാത്ത അധികം കണ്ടെയ്നറുകൾ അവിടെയുണ്ട്.
അങ്ങനെ ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ ടെർമിനൽ അടുക്കാറായിട്ടുണ്ട്. ബോട്ട് ടെർമിനലിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം കാണുന്ന ഒരു വ്യൂ ഉണ്ടോ, ഇത് നല്ല വ്യൂ ഉണ്ടല്ലേ, ബോട്ട് പ്ലസ് ചീനവല എന്ന് പറഞ്ഞ ഒരു നല്ല വ്യൂ ആണ്. അങ്ങനെ നമ്മൾ എത്തി, ഫോർട്ട് കൊച്ചി മെട്രോ സ്റ്റേഷൻ എത്തി. എല്ലാ വാട്ടർ മെട്രോ സ്റ്റേഷനും ഒരേ തീമിലാണ്. നമ്മൾ ഹൈക്കോർട്ട് ജംഗ്ഷൻ്റെ കണ്ട അതേ തീമിൽ തന്നെയാണ് ഇവിടെ ഫോർട്ട് കൊച്ചിയിലും ഉള്ളത്. അതിൻ്റെ ഒരു വൈബ് വേറെ കേട്ടോ. ഇതാണ് ഈ വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. സൂപ്പർ വ്യൂ ആണിത്. സീ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഊണ് ഇവിടെ കേരള കഫേ. ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങിയാൽ തന്നെ നമുക്ക് കുറച്ചും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ കേരള കഫേ കിട്ടും. നല്ലൊരു ആംബിയൻസ് ഉള്ളതാണ്. അകത്തോട്ടൊന്നും ഞാൻ കയറില്ല. അവിടെയൊക്കെ അകമൊക്കെ നല്ല മൊമെൻ്റം ഉണ്ട്. ഞാനപ്പോൾ ഒരു കേരള മീൽസ് ഓർഡർ ചെയ്തു, ഒരു നറുനീണ്ടി സർബത്ത് ഓർഡർ ചെയ്തു. അങ്ങനെ നമുക്ക് നല്ലൊരു കേരള ഫുഡ്, ഒരു ഫിഷ് ഫ്രൈ ഒക്കെ ആയിട്ട് കേരള കഫേയിൽ നിന്ന് കഴിക്കാം. നല്ല ഫുഡായിരുന്നു. മീൽസ് നല്ലൊരു മീൽസാണ്. നല്ലൊരു കേരള സദ്യ കഴിച്ച ഒരു ഫീലിങ്ങുമായിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഇനി നേരെ നമ്മുടെ ടെർമിനലിലോട്ട്, എഗെയിൻ ഫോർട്ട് കൊച്ചി ടെർമിനലിലോട്ട് നടക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ അങ്ങോട്ടുള്ളൂ. തിരിച്ചുള്ള യാത്രയിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സംഭവമായിരിക്കും കേരളത്തിൽ. ഉറപ്പായിട്ടും നമുക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഫീഡ്ബാക്ക് നമ്മുടെ ടൂറിസത്തിലൂടെ നമ്മുടെ നാടിനുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അതായത് ഇതിനകത്ത് ചാർജിങ്ങിനുള്ള ഫെസിലിറ്റി എല്ലാം, എന്താണ് മെട്രോ എന്ന് പറഞ്ഞാൽ എന്താണോ അതിൻ്റെ അതേ കോപ്പി പേസ്റ്റ് നമുക്ക് വാട്ടർ മെട്രോയിലും അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്.